പാർട്ടിക്കകത്ത് സ്വരച്ചേർച്ചയില്ലായ്മ കോൺഗ്രസിൽ മാത്രമല്ലടോ, ഞങ്ങളുടെ ജിമാരുടെ അടുത്തുണ്ട്. പാലക്കാട് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പില് BJP-യിൽ പൊട്ടിത്തെറി. കണ്ണുരുട്ടി സുരേന്ദ്രൻജി കൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കലഹവും കണ്ണുരുട്ടലും. പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും അണികൾക്ക് ആവേശം പകരാനും എല്ലായിടത്തും ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കാൻ നമ്മുടെ ജിമാർ അങ്ങോട്ട് തീരുമാനിച്ചു. എല്ലായിടത്തും ചെറിയ ചെറിയ കല്ലുകടി ഉണ്ടായെങ്കിലും ഹൈലൈറ്റ് ആയത് പാലക്കാട് ജില്ലയാണ്. അതായത് മത്സരിച്ച് കൂടുതൽ വോട്ടുകൾ നേടിയവരെ മാറ്റി നിർത്തി വേറൊരാളെയാണ് ജിമാര് പ്രസിഡന്റ് ആക്കിയത്. എങ്ങനെയുണ്ട് തീരുമാനം? വെറൈറ്റിയല്ലേ? ഒരു അസ്വാരസ്യവും എവിടെയുമില്ല. ചില ആളുകൾ ഇന്നലെ കുറേ വാർത്തകളൊക്കെ പുറത്തു വന്നതൊഴിച്ചാൽ BJP പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും. അത് മറികടക്കാൻ ശേഷിയുള്ള, അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് BJP. പ്രശ്നമില്ല, ഒരു പ്രശ്നവും ഇല്ലാന്ന് ഒരു 100 ആവർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല പ്രശ്നമുണ്ട്. പിന്നല്ലാണ്ട് ഒരു പാനലിലും മത്സരിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിമുളച്ച് പ്രസിഡന്റ് ആകുമ്പോ അവർക്ക് ദേഷ്യം വരില്ലേ? അല്ല പിന്നെ ഇനിയിപ്പോ ഒരു നിമിഷം പോലും ഞങ്ങൾ അവിടെ നിൽക്കില്ല, ഞങ്ങൾ രാജിവെക്കാൻ പോവാണെന്ന് ഒരു വിമത വിഭാഗം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു യോഗം അങ്ങോട്ട് ചേർന്നു. യോഗമൊക്കെ നടത്തിയിട്ട് എന്താ കാര്യം? ഒന്നും നടന്നില്ല. പാവങ്ങൾ ആരും മൈൻഡാക്കില്ലെന്നേ. പിന്നല്ലാണ്ട് മൊയിലാളി ജിമാർക്കെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ പരിഗണിക്കുന്നു കരുതിയോ? നോക്കിയിരുന്നാ മതി. പിന്നെ ഈ പ്രശാന്ത് ശിവൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ C കൃഷ്ണകുമാറിന്റെ നോമിനിയാണ്. പുള്ളീനെ തൊട്ട് കളിക്കാറായോ നിങ്ങള്? അങ്ങനെ ചില നേതാക്കളൊക്കെ വിട്ടുനിന്നെങ്കിലും ഞങ്ങളുടെ ജിമാര് ആഘോഷപൂർവ്വം ആ ചടങ്ങ് അങ്ങോട്ട് നടത്തി പ്രസിഡന്റ് സ്ഥാനം താലത്തി വെച്ചു കൊടുത്തു. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ ഉയർത്തിയ കാവ്യപതാക, എന്ത് അവന്റെ ഒടുക്കത്തെ കലക്കായി. കാര്യം വലിയ സ്വീകരണ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചെങ്കിലും ജിമാരുടെ ഉള്ളില് ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. 1-2 പേരല്ലല്ലോ, നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും കൗൺസിലർമാരും അടക്കം 9 പേരാണ് രാജിവെക്കാൻ പോണെന്ന് പറഞ്ഞത്. അങ്ങനെങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ BJP-യുടെ നഗരസഭാ ഭരണം ടീം. ഇനിയിപ്പോ അനുനയം തന്നെ ശരണം എന്ന് ആലോചിച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാര് ഇടഞ്ഞു നിൽക്കണവരെ സോപ്പിടാൻ പോയി. ഇന്നലെ അവർ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ വിളിച്ചു, ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ രാജിവെക്കരുത് എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഞങ്ങൾ മുകളിലുള്ള ആൾക്കാരെ ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടമാതിരി ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു. എല്ലാ കാര്യവും ദിപ്പ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇടഞ്ഞു നിൽക്കുന്നവരെ ഒന്ന് സമാധാനിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. അതെ, നിങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല മിച്ചർ. ബിക്കോസ് നിങ്ങൾ എല്ലാരും കൂടെ സോപ്പിടാൻ നോക്കിയാലും പ്രശ്നപരിഹാരമായി എന്ന് ധരിക്കണ്ട കേട്ടോ. കാരണം അവരെല്ലാം മുറിവേറ്റ ചിങ്കത്തെ പോലെയാണ്. നിങ്ങളുടെ ഏകാധിപത്യം ഒന്നും ഞങ്ങൾക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല എന്നാണ് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ പിന്നെയും പറയണത്. ചില ആളുടെ കൈകളിൽ മാത്രമാണ് ഈ പാർട്ടി എന്നുള്ള ഒരു തോന്നൽ അവസാനിപ്പിക്കണം, അത്ര മാത്രമേ. പാലക്കാട് ജില്ലയുടെ സമസ്ത മേഖലകളിലും കുങ്കുമഹരിത കാവ്യ പതാക നമുക്ക് പാറി പറപ്പിക്കുവാനായിട്ട് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇത് തന്നെ അവസരം. നിങ്ങൾ അവിടെ തമ്മിൽ തല്ലിക്കോളൂ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് വേണ്ട രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സീനിലേക്ക് മറ്റൊരാൾ രംഗപ്രവേശനം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഹൈ, എന്താ ചിരി, എന്താ സ്നേഹം, എന്താ കെട്ടിപ്പിടുത്തം. ഈ അവസരം മുതലെടുത്ത് ഇടഞ്ഞു നിൽക്കണവരെ നൈസായി അങ്ങോട്ട് വലിക്കാനുള്ള തന്ത്രാണല്ലേ കൊച്ചു കള്ളൻ. വർഗീയ പ്രത്യയശാസ്ത്രങ്ങൾ വിട്ട് ആര് വന്നാലും നമ്മളതിനെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യും. മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, BJP-ക്കാരെല്ലാം BJP-ക്കാരായി തന്നെ നിൽക്കട്ടെ, RSS-കാരെല്ലാം RSS-കാരായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസിനില്ല. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും മുതലെടുക്കാണല്ലേ സജി? നടക്കട്ടെ. അല്ലെങ്കിലും BJP വിട്ടു വരുന്നവരെ സ്വീകരിക്കാനല്ലേ ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കളുള്ളത്. അത് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനൊന്നല്ല കേട്ടോ. അഭയമില്ലാതെ നിൽക്കുന്നവർക്ക് അഭയം നൽകുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളല്ലേ അവര്. അതുകൊണ്ടാ അല്ലേ രാഹുലേട്ടാ? ആ നേതൃചൂഷണങ്ങളിൽ വലിയ ശതമാനം അണികൾക്ക്, അനുഭാവികൾക്ക്, നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടതല്ലേ.
നിങ്ങൾ സ്വപ്നം കാണുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പൊ രാഹുലേട്ടൻ ജിമാരെ കാണാൻ വന്നത് സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി മാത്രല്ലേ? നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. രാവിലെ കണ്ടത് വേറൊരു സാഹചര്യത്തിൽ കണ്ടതല്ലേ? അതെ, വേറെ സാഹചര്യത്തിൽ കണ്ടതാണ്. അതന്നെ നമ്മളും പറഞ്ഞത്. BJP നേതൃത്വത്തോട് മുതിർന്ന നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേകതരം സാഹചര്യം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ വേഗം ഉഷാറാക്കുന്നു. അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കോൺഗ്രസ്സുകാർ കൊത്തിക്കൊണ്ടുകൂട്ടാ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെയും BJP അധ്യക്ഷൻ JP നഡ്ഡയുടെയും ആശീർവാദത്തോടുകൂടിയാണ്, അവരുടെ അനുമതിയോടുകൂടിയാണ് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും തീരുമാനമെടുത്തത്. അതിനെതിരായി സംസാരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെത്ര ഉന്നതരായാലും അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല. സുരേന്ദ്രൻജി ഓൺ ഫയർ. പാർട്ടി തീരുമാനത്തിനെതിരെ ആരെങ്കിലും ഒരാൾ കമ്മാന്നൊരു അക്ഷരം മിണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പിടിച്ച് പുറത്താക്കുന്നു. സുരേന്ദ്രൻജി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും പോണില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. സമാന്തര യോഗം ഞാൻ പറഞ്ഞല്ലോ, ഏത് ഉന്നതരായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം മാത്രമേ ഇവിടെ നടപ്പാവുള്ളൂ. സുരേന്ദ്രൻജി ആകെ കലിപ്പിലാണ്. ഇനി ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല അച്ഛാ. ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ പറയണം. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ ചൊല്ലടാ. വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് BJP? Wait, he cannot understand Malayalam. I will tell you in English. Hey, come on, man. See, the only political party is Bharatiya Janata Party, led by Honorable Prime Minister Shri Narendra Modi ji and JP Nadda ji. Twinkle, little sun. How I wonder what you are. He's given opportunity to 4 women leaders. Hey! വണ്ടി എടുക്കട്ടെ മോളെ. To serve the district party presidents. ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ട് ഇടഞ്ഞു നിന്നോരെ സോപ്പിട്ടതിലൂടെയും എതിർ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാത്തിനും പിടിച്ച് പുറത്താക്കുന്നുള്ള ഭീഷണി സ്വരത്തിലൂടെയും പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി എന്ന് കരുതി സമാധാനത്തോടെ നടന്നു നിർത്താൻ സുരേന്ദ്രൻജി പോയപ്പോഴാണ് അടുത്ത പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടത്. ആ പ്രശ്നം എന്താണെന്ന് ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞുതരാം. ഷോർട്ട് ബ്രേക്ക്. പാലക്കാട് BJPയിലെ പ്രശ്നങ്ങളൊക്കെ സമവായത്തിലൂടെ സോൾവ് ആക്കി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് കോട്ടയത്ത് നിന്ന് ഒരു പ്രതിഷേധത്തിന്റെ ശബ്ദത്തിന്റെ അലയൊലികൾ കേട്ടത്. പേടിക്കണ്ട, ഇത്തവണ പാർട്ടിയുടെ അകത്തു നിന്നല്ല, ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണ് പ്രശ്നം. വേദിയിലേക്ക് വരുന്നു BDJS. പാർട്ടിക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകിയില്ല എങ്കിൽ ഉചിതമായ തീരുമാനം അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും അതുപോലെ പാർട്ടി അധ്യക്ഷൻ എടുക്കണമെന്നുള്ള വലിയ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഈ ക്യാമ്പിന്റെ അപേക്ഷ അദ്ദേഹത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ചുകൊണ്ട് അവിടെ സ്ഥാനമാനം തന്നെയാണ് പ്രശ്നം. ഘടകകക്ഷിന് പേരെയുള്ളൂ. BDJSന് ഒരു പരിഗണനയും NDA തരുന്നില്ല എന്നാണ് അവരുടെ പരാതി. അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയെ നമുക്ക് നാളുകളിൽ വളർത്താൻ കഴിയൂ. അതിന് വലിയ സംവിധാനങ്ങളുണ്ട്. LDF ഉണ്ട്, UDF ഉണ്ട്. അവര് രണ്ടു കൂട്ടരും നമ്മളെ എടുക്കുവാൻ തയ്യാറാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള വാതിലുകൾ മലക്കെ തുറന്നിട്ടു. ഇത് ഭീഷണി. ഇപ്പുറത്തെ LDF ഉണ്ട്, ഇപ്പുറത്തെ UDF ഉണ്ട്. കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിലേ NDAക്കുള്ള പിന്തുണയൊക്കെ പിൻവലിച്ചിട്ട് ഞങ്ങളുടെ പാട്ടിന് കൂട്ടാന്നാണ് അവര് പറയുന്നത്. തിരുവനന്തപുരത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ചില ഘടകകക്ഷികൾ, BDJS ഒഴിച്ചിട്ടുള്ള ഘടകകക്ഷികളൊക്കെ യോഗം ചേർന്നു. എന്താണ്? BJPയിൽ നിന്നും അർഹമായിട്ടുള്ള പരിഗണനകൾ തങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ മുന്നണി സംവിധാനം ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഓരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പൊ ഈ പ്രശ്നങ്ങൾ കോട്ടയത്ത് മാത്രല്ലേ, സംസ്ഥാനത്ത് മൊത്തത്തിലുണ്ടല്ലേ? വാവ്, സുരേന്ദ്രൻജിയുടെ ടൈമാണ് നല്ല ബെസ്റ്റ് ടൈം. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല സുരേന്ദ്രൻജി. നിങ്ങൾ വേണ്ട സപ്പോർട്ട് കൊടുക്കാത്തോണ്ടാണ് അവരിപ്പ ഈ നിലപാടെടുത്തെന്നാണ് അവരെന്നെ പറയണം. നമ്മളെ നമ്മളെ സ്നേഹിച്ചു കൂടെ നിർത്തി ചേർത്ത് നിർത്തേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തിയില്ല എന്നുള്ള വലിയ വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാഗത്ത് പാലക്കാട് ജില്ലാധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം, മറുഭാഗത്ത് നേതാക്കളുടെ രാജ്യഭീഷണി, അതിന്റെ അപ്പുറത്ത് അവരെ ചാക്കിട്ട് പിടിക്കാൻ നോക്കുന്ന കോൺഗ്രസ്. ഇതൊന്നും പോരാഞ്ഞിട്ട് NDAക്കുള്ള പിന്തുണ പിൻവലിക്കാൻ പോവാണെന്നുള്ള BDJSന്റെ ഭീഷണി. തീരുമ്പോ പണി തരാൻ ഞങ്ങളുടെ സുരേന്ദ്രൻജി എന്താ കുപ്പിന്ന് വന്ന ഭൂതാണോ?